وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. സൂറത്തുൽ ബഖറയിലെ 88-ാമത്തെ ആയത്താണ് ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമതായി ഫഖലീലം മാ, തെൻവീന് ശേഷം മീമ് വന്നു. അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് മീമ്. അപ്പോൾ തെൻവീനിനെ മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. തെൻവീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശബ്ദം സുക്കൂനുള്ള നൂനിൻ്റെ അതേ ശബ്ദമാണ്. അപ്പോൾ തെൻവീനിനെ നാം കാണേണ്ടത് സുക്കൂനുള്ള നൂനിനെ കാണുന്നത് പോലെ തന്നെ. അപ്പോൾ ആ തെൻവീനിനെ മീമിൽ ലയിപ്പിച്ച് മണിച്ചു കൊണ്ട് ഓതേണ്ടതാണ്. ഫഖലീലം മാ, ഖാഫിൻ്റെ മേലെ ഫത്ഹാണ്, അപ്പോൾ നല്ലവണ്ണം കനപ്പിക്കേണ്ടതാണ്. ഫഖലീലം മാ. യുഅ്മിനൂൻ എന്ന വാക്കിൽ നിർത്തുകയാണെങ്കിൽ 2, 4, 6 ഖദർ നീട്ടാവുന്നതാണ്. അൽമദ്ദുൽ ആരിദ് ലിസ്സുക്കൂൻ എന്നാണ് ആ ദീർഘത്തിൻ്റെ പേര്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 88-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വഖാലൂ ഖുലൂബുനാ ഗുൽഫ് ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലം മാ യുഅ്മിനൂൻ. ഇവിടെ ഈ ആയത്തിൽ വന്നിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വഖാലു, അവർ പറയുന്നു, ഖുലൂബുന, ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഗുൽഫുൻ, മൂടിക്കിടക്കുന്നവയാണ്, ബൽ, പക്ഷേ, ലഅനഹും, അവരെ ശപിച്ചിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല, ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസം നിമിത്തം, ഫഖലീലം മാ, വളരെ കുറച്ച്, യുഅ്മിനൂൻ, അവർ വിശ്വസിക്കും. അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 88-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, അവർ പറയുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടവയാണ്, പക്ഷേ അവരുടെ അവിശ്വാസ നിമിത്തം അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ. സഹോദരങ്ങളെ, ഈ 88-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളെ കുറിച്ച്, അവർ ഇസ്ലാം സ്വീകരിക്കാതെ, ഇസ്ലാമിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ പൊതുവിൽ അവർ പരിഹസിച്ചുകൊണ്ട് പറയാറുള്ള വർത്തമാനവും അതിന് അല്ലാഹു നൽകുന്ന മറുപടിയുമാണ് ഈ 88-ാമത്തെ ആയത്തിൽ പ്രതിപാദ്യ വിഷയം. മദീനയിലുണ്ടായിരുന്ന യഹൂദികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ മനസ്സിലേക്ക് പുതുതായൊന്നും പ്രവേശിക്കാത്ത വിധത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ട് കിടക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്. വഖാലു ഖുലൂബുനാ ഗുൽഫ്, അവർ പറയുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടവയാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾ നൽകുന്ന ഉപദേശങ്ങളൊന്നും ഞങ്ങളുടെ മനസ്സുകളിൽ കടക്കുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള ആളുകളെ പരിഹസിച്ചുകൊണ്ട് യഹൂദികൾ പറയാറുള്ള വർത്തമാനമായിരുന്നു ഇത്. ഇവിടെ യഹൂദികളുടെ ഈ സംസാരത്തെക്കുറിച്ച് ഇമാം അൽ-വഖാഖ് റഹിമഹുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നത് തഫ്സീർ പണ്ഡിതന്മാരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവർ യഹൂദികൾ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്, ഖാലു, അവർ പറഞ്ഞു, ഖുലൂബുനാ മംലൂഅത്തുൻ ഇൽമൻ ലാ തഹ്താജു ഇലാ ഇൽമി മുഹമ്മദിൻ വലാ ഗൈറഹു, ഞങ്ങളുടെ ഹൃദയങ്ങൾ അറിവ് കൊണ്ട് നിറഞ്ഞതാണ്, അതുകൊണ്ട് മുഹമ്മദിന്റെ അറിവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറിവോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന നിലപാടാണ് യഹൂദികൾ വെച്ചു പുലർത്തിയിരുന്നത് എന്ന്
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, പക്ഷെ അവരുടെ അവിശ്വാസം നിമിത്തം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ് എന്ന്. ഇവിടെ അള്ളാഹു പറയുന്നത് അവരുടെ ഹൃദയങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പ്രവേശിക്കാത്തത്, അത് അവർ പ്രചരിപ്പിക്കുന്നത് പോലെ അവരുടെ ഹൃദയം മൂടപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് അവരുടെ അവിശ്വാസം കാരണം, അവരുടെ സത്യനിഷേധം കാരണം അള്ളാഹു അവരെ ശപിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് വേണ്ടതൊന്നും പ്രവേശിക്കാത്തത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. സഹോദരങ്ങളെ, യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് എന്നും അള്ളാഹുവിൽ നിന്നുള്ള യഥാർത്ഥ സന്ദേശമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രചരിപ്പിക്കുന്നത് എന്നും വളരെ വ്യക്തമായി അറിയുന്ന ഒരു വിഭാഗമാണ് ഈ യഹൂദികൾ. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ ഈ ഒരു അറിവ് അവർക്ക് കിട്ടിയിട്ടും അവർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവർ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടതാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ അടഞ്ഞുപോയതാണ് എന്നൊക്കെ ഈ യഹൂദികൾ പറയാനുണ്ടായ സാഹചര്യങ്ങൾ ഇതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് സൂറത്തു നിസായിലെ 155 ആയത്തിലൂടെ പറഞ്ഞത് ബൽ ത്വബഅല്ലാഹു അലൈഹിഹാ ബികുഫ്രിഹിം, പക്ഷെ അവരുടെ സത്യനിഷേധം കാരണമായി അള്ളാഹു അതിന്മേൽ മുദ്ര കുത്തിയിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, യഹൂദികളുടെ അവിശ്വാസം കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിന് മുദ്ര കുത്തിയിരിക്കുന്നതും അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്, അവിശ്വാസം കാരണം അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങിയ ഈ യഹൂദികൾ അവരിൽ നിന്ന് അധികം ആളുകളെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രചരിപ്പിക്കുന്ന ഈ സത്യവിശ്വാസം സ്വീകരിക്കുമെന്ന ഒരു പ്രതീക്ഷ അത് നൽകേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഖലീലം മാ യുഅ്മിനൂൻ, അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ എന്ന്. അതായത് അല്ലാഹു ഇവിടെ അവരെ കുറിച്ച് പറയുന്നത് അവരിൽ നിന്നുള്ള വിശ്വാസികൾ വളരെ കുറവായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ വിശ്വാസം വളരെ കുറവും ഭൂരിഭാഗവും അവരുടെ കുഫറുമായിരിക്കും എന്നതാണ് പണ്ഡിതന്മാർ ഈ ഭാഗത്തിന് നൽകിയിട്ടുള്ള വിശദീകരണം. സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലാസ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമുക്ക് അടുത്ത ആയത്തിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പഠനം അതൊരു സൽക്കർമ്മമായി നമ്മൾ ഏവരിൽ നിന്നും സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.